പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കാൻ തുടങ്ങിയോ? ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ സയൻസ് വായിക്കുക എന്നുള്ളത്. ഒരുപാട് വായിക്കുമ്പോൾ നിങ്ങൾക്കും ചിലർക്കെങ്കിലും ബോർ അടിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പം എക്സാമിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ റിവിഷൻ ടൈമിലൊക്കെ ഹെൽപ്പിംഗ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കാൻ പോകുന്നത്. എന്താണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്? വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ടിലെ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്ക 1914 ആഫ്രിക്കയുടെ ഒരു പടമാണ്, ഒരു ഭൂപടം അല്ലെങ്കിൽ മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. The map of the continent of Africa is given. Find out the speciality of the boundaries of African countries. You will see that the most of the borderlines are straight. Why do the African countries share straight borderline? ഇതിൽ നോക്കൂ, പല ബോർഡർ ലൈൻസ് നിങ്ങൾക്ക് നോക്കിയാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കാണുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ ബോർഡർ ലൈൻ ഉള്ളതിന് കാരണം എന്താണെന്ന് നോക്കാം. The Europeans who reached Africa in search of natural resources partitioned the continent at the beginning of the 20th century. 20ാം നൂറ്റാണ്ടിലെ യൂറോപ്യക്കാര് നമ്മുടെ ആഫ്രിക്കയിൽ എത്തിച്ചേർന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? നാച്ചുറൽ റിസോഴ്സും ഒക്കെ അവര് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആഫ്രിക്കയിൽ 20ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് എത്തിയത്. അപ്പൊ അവരാണ് ഇങ്ങനെ ആഫ്രിക്കയെ പാർട്ടീഷൻ ചെയ്തത്. ഇതൊരു കോണ്ടിനെന്റ് ആണ്, ഭൂഖണ്ഡമാണ്. അപ്പൊ ഈ കോണ്ടിനെന്റിനെ ഇത് പാർട്ടീഷൻ ചെയ്തു. On the basis of some agreement among the European countries, they divided the African nations among themselves by just drawing some straight lines on the map. മാപ്പിൽ ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്തിട്ടാണ് ഈ ആഫ്രിക്കൻ നാഷൻസിനെ ഈ യൂറോപ്യൻ കൺട്രീസ് എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്തത്. മനസ്സിലായല്ലോ? ആഫ്രിക്ക 1914 ആഫ്രിക്കയുടെ ഭൂപടത്തില് കുറെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് ബൗണ്ടറീസ് കിടക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ബൗണ്ടറീസ് ആയിട്ട് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ 20ാം നൂറ്റാണ്ടില് നാച്ചുറൽ റിസോഴ്സുകളും ഭൂവിഭവങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യക്കാര് ഈ ആഫ്രിക്കയിൽ എത്തപ്പെടുകയും ആഫ്രിക്കയെ അവര് എന്ത് ചെയ്തു? യൂറോപ്യൻ കൺട്രീസുമായിട്ടുള്ള ചില ധാരണകളുടെ അഗ്രിമെന്റുകളുടെ ബലത്തിൽ ഡിവൈഡ് ചെയ്തതാണ്. ഇങ്ങനെ ജസ്റ്റ് ഭൂപടത്തിൽ ജസ്റ്റ് ഡ്രോ ചെയ്തിട്ട് ഈ ഭാഗം നിങ്ങൾ എടുത്തോളൂ, ആ ഭാഗം ഞങ്ങൾ എടുക്കാം, ഇങ്ങനെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അവരെന്നെ ഒരു ഓർഡറും ഇല്ലാതെ അവരെന്നെ മാപ്പിൽ വരച്ചിട്ട് ആഫ്രിക്കയെ വീതിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. വൈ ഡിഡ് ദ യൂറോപ്യൻ നേഷൻസ് പാർട്ടീഷൻ ആഫ്രിക്ക? എന്തുകൊണ്ടാണ് പാർട്ടീഷൻ ചെയ്തത്? ആഫ്രിക്കയെ യൂറോപ്യൻ കൺട്രീസ് വന്നിട്ട് പാർട്ടീഷൻ ചെയ്തത്. ദിസ് ഈസ് എ പാർട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ബൈ ദ യൂറോപ്യൻ കൺട്രീസ്. ഈ യൂറോപ്യൻ കൺട്രീസ് എന്തിനു വേണ്ടിയിട്ടാണ് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ എത്തിപ്പെട്ടത്? അവിടെയുള്ള നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ അവർക്ക് കൈയടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊരു എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ബൈ ദ യൂറോപ്യൻ കൺട്രീസ് ആണ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തെടുത്തത്. സിമിലർ പ്രോസസ് ഒക്കേർഡ് ഇൻ അതർ പാർട്സ് ഓഫ് ദി വേൾഡ്. ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിൽ യൂറോപ്യക്കാരും ബ്രിട്ടീഷേഴ്സും ഒക്കെ എത്തിയിട്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നാച്ചുറൽ റിസോഴ്സസ് കവർന്നെടുക്കാൻ വേണ്ടി വന്നവരാണ് ഇവരെല്ലാം. ഫ്രം ക്യാപിറ്റലിസം ടു ഫ്രം ക്യാപിറ്റലിസം ടു ഇംപീരിയലിസം. എന്തൊക്കെയാണ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് ഡിസ്കസ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ദാറ്റ് ബിഗൻ ഇൻ ദ 18th സെഞ്ചുറി. 18th സെഞ്ചുറിയിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഗ്രാജുവലി സ്പ്രെഡ് ഫ്രം ഇംഗ്ലണ്ട് ടു അതർ കൺട്രീസ് ഓഫ് യൂറോപ്പ്. അത് ഇംഗ്ലണ്ടിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും യൂറോപ്യൻ കൺട്രീസ് വരെ എത്തിപ്പെട്ടു. ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. അതായത് വലിയ മുതലാളിമാരുണ്ടല്ലേ, ക്യാപിറ്റലിസ്റ്റ്, അവരെന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. ഫാക്ടറികളിലൊക്കെ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടുവന്നു. ദിസ് ഇൻക്രീസ് ദിയർ പ്രോഫിറ്റ്. ഇത് അവരുടെ വരുമാനം, പ്രോഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്നും ലഭിക്കുന്ന ലാഭം കൂട്ടിക്കൊണ്ടുവന്നു.
The economic system in which production and distributions are controlled by the capitalists with the aim to increase profit is known as capitalism. എന്താണ് capitalism എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എൻ എക്കണോമിക് സിസ്റ്റം. അതൊരു സാമ്പത്തിക വ്യവസ്ഥയാണ്, എക്കണോമിക് സിസ്റ്റമാണ്. ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. എന്താണ്? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഫാക്ടറികളിലൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സം ക്യാപിറ്റലിസ്റ്റ്. ഭയങ്കര മുതലാളിമാരാണ്, മുതലാളിത്ത വ്യവസ്ഥയാണ്. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ്. അവരുടെ ലാഭം വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത്. ഇതിനെയാണ് ക്യാപിറ്റലിസം, അതായത് മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ്? ദി എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദി ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. മനസ്സിലായല്ലോ? ദി അഡ്വെന്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എൻഹാൻസ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. എന്താണ്? ഒരുപാട് ഇൻഡസ്ട്രീസ് ഓപ്പൺ ആയി. അങ്ങനെ അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെ ഇൻക്രീസ് ചെയ്യിച്ചു, എൻഹാൻസ് ചെയ്യിച്ചു, വളർത്തി വലുതാക്കാൻ ശ്രമിച്ചു. മെനി നേഷൻസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദേ നീഡഡ് ആൻഡ് മോർ ദാൻ ദേ കുഡ് അക്കോമഡേറ്റ് ഇൻ ദിയർ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അവരുടെ മാർക്കറ്റുകളിലൊക്കെ എന്താണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ വസ്തുക്കൾ അവർ എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തു, പ്രൊഡക്ഷൻ നടത്തി. ദിസ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ് ദം ടു സെർച്ച് ഫോർ മാർക്കറ്റ്. ഇങ്ങനെ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയപ്പോൾ, ഒരുപാട് ഇൻഡസ്ട്രിയൽസ് ഉണ്ടാക്കി, ആ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ഒരുപാട് വസ്തുക്കൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കി. അപ്പൊ ഈ പ്രൊഡക്ഷൻ ഒക്കെ വിറ്റഴിക്കാൻ വേണ്ടി മാർക്കറ്റുകൾ വേണം അല്ലെ? അപ്പൊ അവരുടെ നാട്ടിലുള്ള മാർക്കറ്റുകൾ തികയാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? മറ്റു രാജ്യങ്ങളിലേക്കും മറ്റു മേഖലകളിലേക്കും ഇതിന്റെ വിറ്റഴിക്കലിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. ദി സെർച്ച് ഫോർ മാർക്കറ്റ് ബൈ ദി ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഇൻ യൂറോപ്പ് ലീഡ് ടു കോമ്പറ്റീഷൻ എമംഗ് ദം. അതായത് ഒരുപാട് സാധനങ്ങൾ ആരാണ് വിറ്റഴിക്കുക? ഞാൻ വിറ്റഴിക്കും, എന്റെ രാജ്യം കൂടുതൽ വിറ്റഴിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ പല ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഇൻ യൂറോപ്പ് എന്ത് ചെയ്തു? ഭയങ്കര കോമ്പറ്റീഷൻ, അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായി. The Europeans had already established trade relationship with the Asian, African and Latin American nations. അപ്പൊ യൂറോപ്യക്കാർ എന്ത് ചെയ്തു? മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻഷിപ്പ് വന്ന് വ്യാപാര ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഏഷ്യക്കാരായിട്ട്, ആഫ്രിക്കൻ രാജ്യമായിട്ട്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഒക്കെ ആയിട്ടും ഈ യൂറോപ്യൻസ് ഓൾറെഡി എന്ത് ചെയ്തു? ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഓവർ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ സാധനങ്ങളെല്ലാം അവർക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട്. Using political power and military forces, the European countries economically exploited this nation. അവരെന്ത് ചെയ്ത്? ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ലാറ്റിൻ അമേരിക്കക്കാരും നിർബന്ധിതപൂർവമായിട്ടുള്ള പല വിറ്റഴിക്കൽ, അവരുടെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് വിറ്റഴിച്ചിട്ട് ഈ മിലിറ്ററിക്കാരും പൊളിറ്റിക്കൽ പവറൊക്കെ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നേഷൻ. അവരുടെ മറ്റ് രാജ്യങ്ങളെ, ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ രാജ്യങ്ങളെ യൂറോപ്യക്കാര് എക്സ്പ്ലോയിറ്റ് ചെയ്തു, നശിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് അവരുടെ എക്കണോമിക് ഇത് വലുതാവുകയും നമ്മുടെ പ്രൊഡക്ഷൻസ് മറ്റ് രാജ്യങ്ങളിലുള്ള ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളിലെ എക്കണോമിക് വെൽത്ത് കുറഞ്ഞു വരികയും നശിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. ലേറ്റർ ദേ ബിക്കം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. എന്താണ്? ഫസ്റ്റ് അവര് വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ റിലേഷൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. പക്ഷെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്തു? ട്രേഡ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരുന്നു വന്നത്. പിന്നെ അവരത് വൈകാതെ ഏഷ്യക്കാരെ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനെയൊക്കെ അവര് മിലിറ്ററിയും പൊളിറ്റിക്കൽ പവറും യൂസ് ചെയ്തിട്ട് അവരുടെ അടിമകളാക്കി മാറ്റി, കോളനീസ് ആക്കി മാറ്റി. ദിസ് പ്രോസസ് ഈസ് കോൾഡ് കോളനൈസേഷൻ. ഇതിനെയാണ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്? എന്താണ് ക്യാപിറ്റലിസം എന്നുള്ളതും എന്താണ് കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ദി എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. ഓക്കെ, ഇത് ക്യാപിറ്റലിസത്തിന്റെ പുറമെ വന്ന, ക്യാപിറ്റലിസം കൊണ്ട് വന്നതാണ് എന്ത്? ഈ കോളനൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഇപ്പൊ കോളനൈസേഷൻ എന്ന് പറഞ്ഞാല് ദി യൂറോപ്യൻ ഹാഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻസ്. യൂസിംഗ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ്, ദ യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നേഷൻസ്. ലെറ്റർലി ദേ ബിക്കം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് കോളനൈസേഷൻ. മനസ്സിലായല്ലോ? പിന്നെ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും. Trade unions were formed to protest against capitalist exploitation.
സാധാരണയായിട്ട് ഒരു രാജ്യത്ത് വന്നിട്ട് ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അവർ. പിന്നെ എന്താണ്, അവര് അടിച്ചമർത്തപ്പെടുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾ എന്ത് ചെയ്യും? ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ നാഷൻസിലുള്ള തൊഴിലാളികൾ സംഘടിച്ചിട്ട് അവിടെ ട്രേഡ് യൂണിയൻസ് ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് മുതലാളിത്ത വ്യവസ്ഥ കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ചെറുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അടിച്ചമർത്തലുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻസ് ഉണ്ടായി. Constant agitations of trade union and the resultant increase in their wages diminished the profit of the capitalist. അപ്പൊ ക്യാപിറ്റലിസ്റ്റിന്റെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന രീതിയിൽ കോൺസ്റ്റന്റ് agitations of trade union and the resultant increase in their wages diminished the profit of the capitalist. അപ്പൊ ക്യാപിറ്റലിസ്റ്റിന്റെ പ്രോഫിറ്റ്, വരുമാനം കുറയ്ക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു? ഈ ട്രേഡ് യൂണിയൻസുകാർ ഇടയ്ക്കിടയ്ക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. അവരുടെ വേജ്, അവരുടെ ശമ്പളം, സാലറി കൂട്ടി വാങ്ങാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ഈ യൂറോപ്യൻ ക്യാപിറ്റലിസ്റ്റുകൾക്കൊക്കെ പ്രോഫിറ്റ് കുറയാൻ തുടങ്ങി. European countries had considered the colonies as the source of raw material and the market for their industrial product. എങ്ങനെയാണ് ഈ കോളനൈസേഷൻ നടത്തിയിട്ട് ഈ യൂറോപ്യൻ കൺട്രീസ് ചെയ്ത പരിപാടി എന്താണെന്നറിയോ? ഇതിനെ അടിച്ചമർത്തി, ഈ ഏഷ്യക്കാരെ, ആഫ്രിക്കക്കാരെ, അമേരിക്കൻ നേഷൻസിനൊക്കെ അടിച്ചമർത്തിയിട്ട് അവരുടെ കോളനിയാക്കി മാറ്റിയിട്ട് ആ കോളനിയെ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ്, അവരുടെ പല ഉൽപ്പന്നങ്ങളുടെയും ഉത്ഭവസ്ഥാനമായിട്ട്, അവിടെ ഇത്തരം 3 രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അവര് റോ മെറ്റീരിയൽസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ റോ മെറ്റീരിയൽസ് എല്ലാം അവിടുന്ന് അടിച്ചെടുക്കുകയും അത് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് അതേ വസ്തുക്കൾ, ഈ റോ മെറ്റീരിയൽ ഇവിടുന്ന് കളക്ട് ചെയ്ത റോ മെറ്റീരിയൽസിനെ കൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കളെ ഇതേ രാജ്യത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് വിൽക്കാനും തുടങ്ങി. അങ്ങനെ മാർക്കറ്റായിട്ടും ആക്കി വെച്ചു. ലേറ്റർ ഓൺ കൊളോണിയൽ മാസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ കോളനീസ്. പിന്നെ എന്ത് ചെയ്തു? കൊളോണിയൽ മാസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ കോളനീസ്. കോളനീസിൽ ഓരോരുത്തരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ലെറ്റ് us ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഡ്യൂസ് ദം ടു ഡു സോ. ചീപ്പ് ലേബർ. ഈ കോളനികളിലൊക്കെ എന്താണ്? ചീപ്പ് ലേബേഴ്സ് ഉണ്ട്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. അപ്പൊ ഇങ്ങനെ അടിമ ആക്കി വെച്ച കോളനികളിൽ ചീപ്പ് ലേബർ ആണ്. അതായത് വളരെയധികം തൊഴിലാളികളൊക്കെ പാവങ്ങളായിരിക്കും. ഇവരെ അടിച്ചമർത്തുമ്പം അവർക്ക് കുറഞ്ഞ രീതിയിലുള്ള ശമ്പളം കൊടുത്താൽ മതി. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ഒരുപാട് നല്ല നാച്ചുറൽ പ്രോഡക്ട്സ് അവിടുന്ന് കിട്ടാനുണ്ടാവും. അപ്പൊ ഇത്തരം പ്രോഡക്ട്സ് എല്ലാം കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യും? ഈ യൂറോപ്യൻകാർ ഇവിടുന്ന് ശേഖരിച്ച് കൊണ്ടുപോയിട്ട് അവരുടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അത് കോളനീസിൽ തന്നെ നിർബന്ധിതമായിട്ട് വിറ്റഴിക്കപ്പെട്ടു. ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. അപ്പം കോളനീസിൽ ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യാനും ഇത്തരം പ്രോഡക്ട്സ് വിൽക്കാനും സെൽ ചെയ്യാനും വളരെയധികം കുറഞ്ഞ പൈസ മതി. അതൊക്കെയാണ് ഇത്തരം 3 ഫാക്ടേഴ്സ് ആണ് ഇവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഈ കോളനിയൽ മാസ്റ്റേഴ്സിന് ഇത്തരം ക്യാപിറ്റൽ കോളനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. The distinctive phase of flow of finance capital to colonies is known as imperialism. എന്താണ് imperialism എന്ന് പറഞ്ഞാൽ? The distinctive phase of flow of finance capital to colonies is known as imperialism. ഇങ്ങനെ ഈ ക്യാപിറ്റലിസ്റ്റുകള് പിടിച്ചമർത്തപ്പെട്ട കോളനികളിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ വരാൻ തുടങ്ങി. അപ്പൊ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നതിനെയാണ്, ഇത്തരം ഒരുപാട് കാശുകൾ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപീരിയലിസം എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇംപീരിയലിസം. മനസ്സിലായല്ലോ? അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇമ്പോസിംഗ് എ നേഷൻസ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനൻസ് ഓൺ അനദർ നേഷൻ ഈസ് എ ഫണ്ടമെന്റൽ ഫീച്ചർ ഓഫ് ഇംപീരിയലിസം. അപ്പൊ ഇംപീരിയലിസത്തിന്റെ പ്രത്യേകത, അതിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോസിംഗ് എ നേഷൻസ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനൻസ് ഓൺ അനദർ നേഷൻ ഈസ് എ ഫണ്ടമെന്റൽ ഫീച്ചർ ഓഫ് ഇംപീരിയലിസം. മനസ്സിലായല്ലോ? ഈ ഒരു രാജ്യം, അതായത് ഇപ്പം ഈ യൂറോപ്യൻസ് വന്നിട്ട് ഏഷ്യക്കാരെ, ആഫ്രിക്കക്കാരെ, ലാറ്റിൻ അമേരിക്കക്കാരെയൊക്കെ അടിച്ചമർത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഏഷ്യക്കാർക്കും ആഫ്രിക്കക്കാർക്കും അമേരിക്കൻ നേഷൻസിനും ഈ യൂറോപ്യൻസ് വരുന്നതിന് മുൻപ് അവർക്ക് അവരുടേതായ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ടാവും, അവരുടേതായ എക്കണോമിക് സ്റ്റേറ്റ് ഉണ്ടാവും, അതുപോലെ കൾച്ചറൽ ഡൊമിനൻസ്, അവരുടെ ഒരു തനതായ കൾച്ചറൽ കലാരൂപങ്ങളും ഒക്കെ ഉണ്ടാവും. അവരുടെ മുൻപേ തന്നെ തുടർന്ന് വന്ന പല കൾച്ചേഴ്സും
വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതെല്ലാം അടിച്ചമർത്തിയിട്ട് മറ്റൊരു രാജ്യം, യൂറോപ്യൻ പോലെയുള്ള ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ വന്നിട്ട് അടിച്ചമർത്തിയിട്ട് ഡൊമിനൈസ് ചെയ്യുക, അതിനെ അടിച്ചമർത്തുക, ഒന്നുമില്ലാതെ ആക്കുന്നതാണ് ഒരു ഇംപീരിയലിസത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. Imposing a nation's political, economic and cultural dominance on another nation is a fundamental feature of imperialism. മനസ്സിലായല്ലോ? Colonists imposed their dominance using legal system, administrative measure, military force, etc. അപ്പൊ കോളനിയലിസ്റ്റ് എന്ത് ചെയ്തു? ഇമ്പോസ് ദിയർ ഡൊമിനൻസ്, അവരുടെ ഡൊമിനൻസ് എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് ലീഗൽ സിസ്റ്റത്തിനെയും അഡ്മിനിസ്ട്രേറ്റീവ് മെഷറിനെയും മിലിറ്ററി ഫോഴ്സിനെയും ഒക്കെ ഹെൽപ്പൊക്കെ ചോദിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഹൗ ദ ഇംപീരിയലിസം ഡിഫർ ഫ്രം കോളനൈസേഷൻ? എങ്ങനെയാണ് ഇംപീരിയലിസം എന്ന് പറയുന്ന കോളനൈസേഷനിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. അതായത് കോളനിക്ക് ഒരു ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഉണ്ട്, പണ്ട് മുതലേ തുടർന്ന് വന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുണ്ട്, അതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്തു. ഇംപീരിയലിസം എഫക്ട് ചെയ്തത് അങ്ങനെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റംസ് വെർ റീപ്ലേസ്ഡ്. അതായത് ആ കോളനിയിൽ മുൻപേ ആ രാജ്യങ്ങളിൽ, കോളനിവൽക്കരിക്കപ്പെട്ട ആ രാജ്യങ്ങളിൽ മുൻപേ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടും ജുഡീഷ്യൽ ലോ ഒക്കെ, നിങ്ങൾക്കറിയാം, കോടതി നിയമങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഈ യൂറോപ്യക്കാരെ പോലെയുള്ള പല കോളനൈസ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ അടിച്ചമർത്തി അതിനെ റീപ്ലേസ് ചെയ്തിട്ട് അവരുടെ രാജ്യത്തെ നിയമങ്ങളും ജുഡീഷ്യൽ സിസ്റ്റം ഒക്കെ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. People in colonies were forced to cultivate cash crops in lieu of traditional food crops. അതായത് അവരുടെ മുൻപ് ഈ ആഫ്രിക്ക, ഏഷ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ മുൻപേ അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന പല ഫുഡ് ക്രോപ്സ്, അവരുടെ തനതായ ഭക്ഷണ വസ്തുക്കളൊക്കെ ആയിരിക്കും അവർ അന്ന് വിളവെടുപ്പ് നടത്തിയത്. അപ്പൊ ഇതെല്ലാം ഫോഴ്സ്ഫുള്ളി ഇതെല്ലാം മാറ്റിയിട്ട് കാശ് കൂടുതൽ കിട്ടുന്ന പല വസ്തുക്കളും കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. കോളനിക്കാരെ അടിച്ചേൽപ്പിച്ചു. ഈ യൂറോപ്യൻസ് വന്നിട്ട് അവർക്ക് കാശ് കിട്ടുന്നല്ലേ അവർ നോക്കുള്ളൂ. അപ്പൊ ഒരുപാട് കാശ് കിട്ടുന്ന തരത്തിലുള്ള വിളവുകളൊക്കെ ആണ് അവർ കൃഷി ചെയ്യാൻ ഈ കോളനിക്കാരെ നിർബന്ധിച്ചു. അങ്ങനെ അവരുടെ തനതായ ഒരു ഫുഡ് സിസ്റ്റം ഒക്കെ റീപ്ലേസ് ചെയ്യപ്പെട്ടു. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ രാജ്യത്ത്, ഈ കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിൽ പോവർട്ടി, അതായത് അവിടെയുള്ള സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബാധിക്കുകയും അവിടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയൊക്കെ വർദ്ധിച്ചു വന്നു. നാച്ചുറൽ റിസോഴ്സസ് വെർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. ആ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളെല്ലാം ചൂഷണം ചെയ്യപ്പെട്ടു. ഇൻഡിജിനിയസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെർ ഡിസ്ട്രോയിഡ്. ആ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന, കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ആർട്സ്, ലിറ്ററേച്ചർ, അവരുടെ ലാംഗ്വേജ്, കൾച്ചർ, അങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റം വരെ അവര് എന്ത് ചെയ്തു? മറ്റുള്ള രാജ്യങ്ങളിൽ വന്ന്, യൂറോപ്യ പോലെയുള്ള രാജ്യങ്ങൾ വന്ന് ക്യാപിറ്റലൈസ് ചെയ്ത് കോളനിവൽക്കരിച്ചപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു. കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്ട് എമംഗ് ഇംപീരിയലിസ്റ്റ് നേഷൻസ് ഫോർ കോളനീസ് ആൻഡ് മാർക്കറ്റ് ലീഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് വാർസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ വന്നപ്പോൾ അവിടെ ക്യാപിറ്റലിസ്റ്റം കൂടിക്കൂടി വന്നു. അവിടെ അപ്പൊ ഇംപീരിയലിസ്റ്റ് കൂടി വരാൻ തുടങ്ങി. ഒരുപാട് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ ഇംപീരിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലേക്കൊക്കെ പണം ഇറക്ക് ചെയ്യുന്ന ജന്മിമാരുണ്ടാവാൻ തുടങ്ങി. അപ്പൊ ഈ ജന്മിമാർ തമ്മിൽ അടി ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ വഴക്കൊക്കെ ഉണ്ടായി. അത് പിന്നെ ഒരു ഔട്ട് ബ്രേക്ക് ഓഫ് വാർസ്, യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ അത് കാരണമായി. അപ്പൊ ഇതാണ് കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇംപീരിയലിസം തമ്മിലുള്ള ഡിഫറൻസും അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റും അതാണ്. ഹൗ ഡിഡ് ദ ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ കോസസ് കോൺഫ്ലിക്ട് എമംഗ് നേഷൻസ്? ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ എന്ന് പറയുന്നത് കോൺഫ്ലിക്ട് ഉണ്ടാക്കിയ, മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് വഴിയൊരുക്കിയത് എന്തൊക്കെ കാരണം കൊണ്ടാണെന്ന്? നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ ഇത്തരം രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്? ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ നടക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടായി, ഒരുപാട് പ്രൊഡക്ഷൻസ് കൂടി വന്നു. ആ പ്രൊഡക്ഷൻസ് വിറ്റഴിക്കാൻ മാർക്കറ്റുകൾ തേടിയിട്ട് മറ്റ് രാജ്യങ്ങളെ, ചെറിയ ചെറിയ രാജ്യങ്ങളെ അവർ തേടി പിടിച്ചിട്ട് അതിനെ കോളനിവൽക്കരിക്കപ്പെട്ടു. ആ കോളനിയിലുള്ള ആളുകളുടെ എല്ലാ സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ട് അവരുടെ കൾച്ചറൽ എല്ലാം അവർ തകർത്തിട്ട് അവിടെ എന്ത് ചെയ്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഇത്തരം ക്യാപിറ്റലിസ്റ്റുകൾ കാരണം ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ ഒരുപാട് ഇംപീരിയലിസ്റ്റുകൾ വരാൻ തുടങ്ങി. കുറെ ജന്മിമാര് ഒരുപാട് പണം കൊടുത്ത് ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ജന്മികൾ ഉണ്ടായി. ഈ ജന്മിമാർക്ക് തമ്മിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതൊരു വാർ ഔട്ട്ബ്രേക്കിന് കാരണമായി.
ഇത്തരം കാര്യങ്ങൾ. അപ്പം നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ള എന്താണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വേൾഡ് വാർ, ദി കോൺഫ്ലിക്റ്റ് എമംഗ് ദി ഇംപീരിയലിസ്റ്റ് പവർ അൾട്ടിമേറ്റ്ലി ലീഡ് ദി എൻറ്റയർ വേൾഡ് ടു എ വാർ. എന്താണ് ഇത്തരം ചെറിയ ചെറിയ ഇംപീരിയലിസ്റ്റുകൾ തമ്മിലുള്ള ചെറിയ ചെറിയ വഴക്കുകൾ, കോൺഫ്ലിക്ട്സ് ആണ് അവസാനം എന്തുണ്ടായത്, രാജ്യങ്ങൾ തമ്മിലുള്ള വാറിന് കാരണമായത്. ദ കോൺഫ്ലിക്റ്റ് എമംഗ് ദി ഇംപീരിയലിസ്റ്റ് പവർ അൾട്ടിമേറ്റ്ലി ലീഡ് ദി എൻറ്റയർ വേൾഡ് ടു എ വാർ. ലെറ്റ് us find out the reason behind this. The European nation viewed with each other in establishing colonies. എന്താണ്, കോളനീസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായി. ദിസ് കോമ്പറ്റീഷൻ ലീഡ് ടു കോൺഫ്ലിക്റ്റ് എമംഗ് ദം ആൻഡ് കോസ്റ്റ് മ്യൂച്വൽ ഡിസ്ട്രക്ട് ആൻഡ് എനിമിറ്റി. ഇത്തരം കോമ്പറ്റീഷൻസ് എന്ത് ചെയ്തു, അവർ തമ്മിൽ തന്നെ, യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ തന്നെ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും വല്ലാത്തൊരു എനിമിറ്റി, ശത്രുതയിലേക്ക് അത് വഴിവരുത്തുകയും ചെയ്തു. ദിസ് ഫർദർ ഡ്രോവ് ദി നേഷൻ ടു ദി സൈനിങ് ഓഫ് മിലിറ്ററി അലയൻസ്. അത് പിന്നെ എന്ത് ചെയ്തു, മിലിറ്ററികളുമായിട്ടൊക്കെ അത് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ അത് വാറായിട്ട് മാറി. ദ ട്രിപ്പിൾ അലിയൻസ് ആൻഡ് ദ ട്രിപ്പിൾ ഇവന്റ്സ് വെർ എക്സാമ്പിൾസ് ഓഫ് സച്ച് മിലിറ്ററി അലിയൻസ്. എന്താണ്, മിലിറ്ററി ഒക്കെ അവിടെ വന്നിട്ട് സൈന്യത്തെയൊക്കെ അവർ നിയോഗിക്കാൻ തുടങ്ങി. തമ്മിൽ യുദ്ധം വരുമ്പം ആ രാജ്യത്തെ, നമ്മുടെ കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിൽ തന്നെ ഇവർ മിലിറ്ററിനെ ഇറക്കാൻ തുടങ്ങി. ഇത്തരം ഒരു മിലിറ്ററി അലയൻസിന് ഒരു എക്സാമ്പിൾ ആണ് ട്രിപ്പിൾ എൻഡറ്റന്റ് and the triple alliance are the military alliance, example of military alliance. ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞാൽ ജർമ്മനി, ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലി, ഇത്തരം രാജ്യങ്ങൾ ചേർന്നതാണ് ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞാൽ. ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ്, ജർമ്മനി, ഓസ്ട്രേലിയ ഓർ ഹംഗറി, ഇറ്റലി. ജർമ്മനി, ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലി. ഇത് മാറിപ്പോയത്, ഈ ചാർട്ട് പഠിച്ചു വെക്കണേ. ജർമ്മനി, ഓസ്ട്രേലിയ, ഹംഗറി ആൻഡ് ഇറ്റലി. ഇത്തരം 3 രാജ്യങ്ങളാണ് ട്രിപ്പിൾ അലിയൻസ് എന്ന് പറയുന്നത്. ട്രിപ്പിൾ എൻറ്റന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയാണ് ട്രിപ്പിൾ എൻറ്റന്റ്. ട്രിപ്പിൾ എൻറ്റന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഓക്കെ, ട്രിപ്പിൾ എൻറ്റന്റ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. എൻറ്റന്റിൽ തന്നെ ഈ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഇംഗ്ലണ്ട് ആണ് ഫസ്റ്റ് രാജ്യം കേട്ടോ, അങ്ങനെ വിചാരിച്ചു വെച്ചാൽ മതി. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ട്രിപ്പിൾ ഏലിയൻസിൽ ജർമ്മനി, ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലി. ഏലിയൻസ് എന്ന് പറയുന്നതിൽ ഓസ്ട്രേലിയ ഉണ്ട് അല്ലേ, അപ്പൊ ജർമ്മനി, ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലി. ഇതാണ് എന്താണ് എലിയൻസ്. എലിയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഓസ്ട്രേലിയ ഉണ്ട്, ഇറ്റലിന്റെ ലിയ വരുന്നുണ്ട്, അപ്പൊ ഇറ്റലി എന്ന് മറന്നുപോയത് ജർമ്മനി, മാറിപ്പോയത്. ദി ഫോർമേഷൻ ഓഫ് സച്ച് ഏലിയൻസ് ക്രിയേറ്റഡ് എ വാർ അറ്റ്മോസ്ഫിയർ ഇൻ യൂറോപ്പ്. ഇത്തരം ഫോർമേഷൻ ഓഫ് സച്ച് ഏലിയൻസ് ക്രിയേറ്റഡ് എ വാർ അറ്റ്മോസ്ഫിയർ ഇൻ യൂറോപ്പ്. ദേ സ്റ്റാർട്ടഡ് മാനുഫാക്ചറിങ് ആൻഡ് ബൈയിങ് ലെത്തൽ വെപ്പൺസ്. അവര് എന്ത് ചെയ്തു, യുദ്ധത്തിന് വേണ്ടിയിട്ട് വെപ്പൺസ് ഒക്കെ വാങ്ങാനും വിൽക്കാനും ഒക്കെ തുടങ്ങി. The European nations resorted to various strategies to succeed in their imperialistic competition. അവരെ പിന്നെ എന്ത് ചെയ്തു, ഇംപീരിയലിസ്റ്റിക് കോമ്പറ്റീഷന് കൂടിക്കൂടി വന്നു. അതിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യാൻ തയ്യാറായി. അഗ്രസീവ് നാഷണലിസം വാസ് വൺ എമംഗ് ദം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, അഗ്രസീവ് നാഷണലിസം. നമ്മുടെ ദേശീയത, എന്റെ രാജ്യമാണ് എന്നുള്ള ഒരു അഗ്രഷനുള്ള, ഒരു വല്ലാത്തൊരു ഭീഷണിയുള്ള സ്വരത്തില് അവരെന്ത് ചെയ്തു, അഗ്രസീവ് നാഷണലിസം വാസ് വൺ എമംഗ് ദം. ദ യൂറോപ്യൻ നേഷൻസ് യൂസ്ഡ് അഗ്രസീവ് നാഷണലിസം ടു ഇൻവേഡ് അതർ കൺട്രീസ്. മറ്റ് കൺട്രീസിനെ അടിച്ചമർത്താൻ വേണ്ടി യൂറോപ്യൻ റീജിയൻസ് എന്ത് ചെയ്തു, അഗ്രസീവ് നാഷണലിസം പുറപ്പെടുവിച്ചു. അതായത് സ്വന്തം രാജ്യമാണ്, അപ്പൊ ഇതിനെ അടിച്ചമർത്താൻ മറ്റു രാജ്യങ്ങളെ സമ്മതിക്കരുതെന്നും പറഞ്ഞിട്ട് ജനങ്ങളെ വിശ്വസിപ്പിച്ചിട്ട് ജനങ്ങളെയൊക്കെ ഈ വാറിന് വേണ്ടിയിട്ട് സജ്ജരാക്കാൻ തുടങ്ങി. ഇതിനെയാണ് അഗ്രസീവ് നാഷണലിസ്റ്റ് കൺസിഡേർഡ് their own nation as the supreme and justified whatever be the actions of their nations. അഗ്രസീവ് നാഷണലിസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ദേ കൺസിഡർ ദിയർ ഓൺ നാഷൻ ആസ് ദി സുപ്രീം. അവരുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്നതാണെന്ന് അവർ മനസ്സിൽ ഉറപ്പിക്കുന്നു. ആൻഡ് ജസ്റ്റിഫൈഡ് വാട്ട് എവർ ബി ദി ആക്ഷൻസ് ഓഫ് ദിയർ നാഷൻ. അവരുടെ രാജ്യം മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്താലും അതിനൊക്കെ ജസ്റ്റിഫൈ, ന്യായീകരിക്കാനും അവർക്ക് കഴിവുണ്ടായിരുന്നു. ഇത്തരം ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. വേരിയസ് മൂവ്മെന്റ്സ് ഇൻ യൂറോപ്പ് സച്ച് ആസ് പാൻ സ്ലേവ്, പാൻ ജർമ്മൻ, റിവെഞ്ച് മൂവ്മെന്റ് were an offshoot of aggressive nationalism.
ഇത്തരം അഗ്രസീവ് നാഷണലിസത്തിന്റെ ഒരു ഓഫ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ രാജ്യത്തിനെ ഞാൻ സംരക്ഷിക്കണം, എന്റെ രാജ്യത്തിന് മറ്റു രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് എന്റെ രാജ്യത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ ഒരു തെറ്റായ ഒരു നാഷണലിസം ആണ് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. ഇത്തരം അഗ്രസീവ് നാഷണലിസത്തിന്റെ ഫർദർ എഫക്റ്റ് ആയിട്ട് വന്നതാണ് പാൻ സ്ലേവ്, പാൻ ജർമ്മനൊക്കെ അവരെന്ത് ചെയ്തു? പാൻ ജർമ്മൻ റിവെഞ്ച് മൂവ്മെന്റ് വേർ ആൻ ഓഫ് ഷൂട്ട് ഓഫ് അഗ്രസീവ് നാഷണലിസം. ഇനി ഇതൊക്കെ എന്താണെന്ന് നോക്കാം. പാൻ സ്ലേവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റഷ്യ വാണ്ടഡ് ടു യുണൈറ്റ് ദ Slavic people of Serbia, Bulgaria, Greece, etc. in Eastern Europe under her leadership. For this, the Pan-Slav movement was formed with the help of Russia. റഷ്യയുടെ ഹെൽപ്പോട് കൂടിയാണ് പാൻസ്ലേവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തത്. ഇതെന്താണ്? റഷ്യ വാണ്ടഡ് ടു യുണൈറ്റ് ദ സ്ലേവിക് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ, ഗ്രീസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉള്ള സ്ലേവിക് പീപ്പിളിനെ അവര് ഈ റഷ്യക്കാർ എന്ത് ചെയ്തു? യുണൈറ്റ് ചെയ്യിപ്പിച്ചു. അവരെ ഒന്നിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് അണ്ടർ ഹർ ലീഡർഷിപ്പ്, റഷ്യയുടെ ലീഡർഷിപ്പിലാക്കി മാറ്റി. ആരൊക്കെ? സെർബിയ, ബൾഗേറിയ, ഗ്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈസ്റ്റേൺ യൂറോപ്പിലുള്ള ജനങ്ങളെ, സ്ലേവിക് പീപ്പിളിനെ യുണൈറ്റ് ചെയ്തിട്ട് റഷ്യയുടെ കീഴിൽ കൊണ്ടുവന്നു. ഇതിനെയാണ് പാൻസ്ലേവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. റഷ്യയാണ് പാൻസ്ലേവ് മൂവ്മെന്റ് നടത്തിയത്. ഇനി എന്താണ് പാൻ ജർമ്മൻ മൂവ്മെന്റ്? ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡൊമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബൾക്കാൻ പ്രൊവിൻസ്, ജർമ്മനി പ്ലാൻ ടു യുണൈറ്റ് ദ ട്യൂട്ടോണിക് പീപ്പിൾ. ട്യൂട്ടോണിക് പീപ്പിൾ ആണ് ബൾക്കാൻ പ്രൊവിൻസിലും ജർമ്മനിയിലൊക്കെ ഉള്ളത്. അപ്പൊ അത്തരം ആളുകളെ, ട്യൂട്ടോണിക് പീപ്പിൾസിനെ ചേർത്ത് നിർത്തിയിട്ട് ജർമ്മനി അതിന്റെ യുണൈറ്റ് ചെയ്ത് ജർമ്മനി അതിന്റെ ആളുകളാക്കി മാറ്റി. അതിനെയാണ് പാൻ ജർമ്മൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡൊമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബൾക്കാൻ പ്രൊവിൻസിലും ജർമ്മനിയിലുള്ള ബൾക്കാൻ പ്രൊവിൻസിലുള്ള ജർമ്മനി പ്ലാൻ ടു യുണൈറ്റ് ദ ട്യൂട്ടോണിക് പീപ്പിൾ. ദിസ് പാൻ ജർമ്മൻ മൂവ്മെന്റ് കം ഇൻ ടു ദ ബീയിങ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജർമ്മനി. ജർമ്മനിയാണ് പാൻ ജർമ്മൻ എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? സെൻട്രൽ യൂറോപ്പിലെയും ബൾക്കാൻ പ്രൊവിൻസിലെയും ആളുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, സെൻട്രൽ യൂറോപ്പിലെയും ബൾക്കാൻ പ്രൊവിൻസിലെയും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനി എന്ത് ചെയ്തു? ട്യൂട്ടോണിക് പീപ്പിൾസിനെ റീയുണൈറ്റ് ചെയ്തു. അപ്പം ഇത്തരം ഒരു മൂവ്മെന്റിനെയാണ് പാൻ മൂവ്മെന്റ് എന്ന് പറയും, പാൻ ജർമ്മൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിവെഞ്ച് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇൻ 1871 ജർമ്മനി ഒക്യുപ്പൈഡ് അലാസ്ക, ലൊറൈൻ ആൻഡ് ടെറിട്ടറീസ് ദാറ്റ് വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ അണ്ടറിലുള്ള ടെറിട്ടറീസിനെയും ലൊറൈൻ, അലാസ്ക എന്ന് പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്തു? ജർമ്മനി പോയിട്ട് 1871 ഒക്യുപ്പൈ ചെയ്തു. To regain their territories, the revenge movement was formed under the leadership of France. ഫ്രാൻസിന്റെ കീഴിലാണ് എന്തുണ്ടായത്? ഇത്തരം റിവെഞ്ച് മൂവ്മെന്റ് ഉണ്ടായത്. എന്തിനു വേണ്ടിയിട്ടാണ്? 1871 ജർമ്മനി, അലാസ്ക, ലൊറൈൻ ടെറിട്ടറീസ് ഒക്കെ അവര് എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ കീഴിലുള്ള ടെറിട്ടറീസ് ഒക്കെ ജർമ്മനി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതിനു വേണ്ടിയിട്ട് ഒരു റിവെഞ്ച് മൂവ്മെന്റ് ആയിട്ടാണ് ഫ്രാൻസ് ആണ് ഇത്തരം തങ്ങളുടെ അലാസ്ക, ലൊറൈൻ എന്ന് പറഞ്ഞ ടെറിട്ടറീസ് ഒക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ മൂവ്മെന്റിനെയാണ് റിവെഞ്ച് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 മൂവ്മെന്റും പഠിച്ചു വെക്കണം. എന്താണ് അലിയൻസ് എന്നുള്ളതും മിലിറ്ററി അലിയൻസ് എന്നുള്ളതും പഠിച്ചു വെക്കണം. ട്രിപ്പിൾ അലയൻസ് എന്താണ്, ട്രിപ്പിൾ എന്റന്റ് എന്താണെന്നുള്ളതും പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഇംപീരിയലിസ്റ്റ് റിവൽറി ഡ്രോവ് ദ യൂറോപ്യൻ കൺട്രീസ് ഇൻ ടു സെവറൽ ക്രൈസിസ് എമംഗ് വിച്ച് ദ മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ദ ബൾക്കാൻ ക്രൈസിസ് ആർ കൺസിഡേർഡ് ടു ബി ഇമ്പോർട്ടന്റ്. ഇത്തരം ഇംപീരിയലിസ്റ്റുകൾ എന്ത് ചെയ്തു? ഭയങ്കര ശത്രുത വച്ചു പുലർത്തിയിട്ട് യൂറോപ്യൻ കൺട്രീസിനെ പല ക്രൈസിസും ബുദ്ധിമുട്ടുകളിലും എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകൾ, 2 ഇംപീരിയൽ ക്രൈസിസ് എന്ന് പറയുന്നത് 2 എണ്ണാണുള്ളത്. മൊറോക്കൻ ക്രൈസിസും ബൾക്കാൻ ക്രൈസിസും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, മൊറോക്കൻ ക്രൈസിസും ബൾക്കാൻ ക്രൈസിസും. അപ്പൊ മൊറോക്കൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എ സീക്രട്ട് treaty was signed between Britain and France in 1904. According to this, Britain recognized the claim of France over Morocco. The France claim over Morocco was opposed by Germany, which sent battleship to the Moroccan port Agadir. France agreed to transfer a part of French Congo to Germany, and Germany agreed to concede Morocco to France in return. Thus, the problem was solved temporarily. However, their rivalry continued. അവർ തമ്മിലുള്ള ശത്രുത ഉണ്ടാക്കിയതും ആ ശത്രുത മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നുള്ളത് നോക്കാം.
എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ 1904. 1904 ബ്രിട്ടനും ഫ്രാൻസും കൂടെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കരാർ ഒപ്പുവെച്ചു. അക്കോർഡിംഗ് ടു ദിസ് ബ്രിട്ടൻ റെക്കഗ്നൈസ്ഡ് ദ ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. അതായത് മൊറോക്കോന്റെ മേലുള്ള ആധിപത്യം, ഫ്രാൻസിന്റെ ആധിപത്യം എന്ത് ചെയ്തു? ബ്രിട്ടൻ റെക്കഗ്നൈസ് ചെയ്തു. ദ ഫ്രഞ്ച് ക്ലെയിം ഓവർ മൊറോക്കോ വാസ് ഒപ്പോസ്ഡ് ബൈ ജർമ്മനി വിച്ച് സെൻഡ് ബാറ്റിൽഷിപ്പ് ടു ദ മൊറോക്കൻ പോർട്ട്. അതായത് ഈ ഫ്രഞ്ച് ക്ലെയിം, മൊറോക്കോന്റെ മേലെയുള്ള ഫ്രഞ്ച് ആധിപത്യം എന്ന് പറയുന്നത് ജർമ്മനി എതിർത്തു. അപ്പൊ ഈ ജർമ്മനി എതിർത്തപ്പം ജർമ്മനി എന്ത് ചെയ്തു? ഒരു ബാറ്റിൽ ഷിപ്പ്, അവിടെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് മൊറോക്കൻ പോർട്ടായ അഗദീറിലേക്ക് ഒരു ബാറ്റിൽ ഷിപ്പിന് തയ്യാറായിട്ട് വന്നു. ഫ്രാൻസ് അഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി. അപ്പോൾ ഫ്രാൻസ് എന്ത് ചെയ്തു? തന്റെ ഒരു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ദി ജർമ്മനി ആൻഡ് ജർമ്മനി അഗ്രീഡ് ടു കൺസിഡർ മൊറോക്കോ ടു ഫ്രാൻസ് ഇൻ റിട്ടേൺ. അപ്പോൾ ജർമ്മനിയോട് പറയും, ഫ്രാൻസ് പറഞ്ഞു ഞങ്ങളൊരു ഭാഗം ഫ്രഞ്ച് കോങ്കോനെ നിങ്ങൾക്ക് തന്നേക്കാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരും ജർമ്മനി എന്ത് ചെയ്തു? തിരിച്ച് മൊറോക്കോനെ അവർക്ക് തിരിച്ച് വിട്ടുകൊടുത്തു. ബട്ട് ദസ് ദ പ്രോബ്ലം വാസ് സോൾവ്ഡ്. സോ ജസ്റ്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെങ്കിലും അവർ തമ്മിലുള്ള യുദ്ധങ്ങൾ, റിബൽറ്റി കണ്ടിന്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ബൾക്കാൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ? ദ ബൾക്കാൻ റീജിയൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ് ക്ലോസ് ടു ദ ഈഗൻ സീ ആൻഡ് ദ ബ്ലാക്ക് സീ. ഈഗൻ സീന്റെയും ബ്ലാക്ക് സീന്റെയും അടുത്താണ് ബൾക്കാൻ റീജിയൻ എന്ന് പറയുന്ന സംഭവം ഉള്ളത് യൂറോപ്പിൽ. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദ ഓട്ടോമൻ എംപയർ. ഓട്ടോമൻ എംപയറിന്റെ പാർട്ടായിരുന്നു ഈ ബൾക്കാൻ റീജിയൻ എന്ന് പറയുന്നത്, യൂറോപ്പിലെ ബൾക്കാൻ റീജിയൻ എന്ന് പറയുന്നത്. ഇൻ 1912 ബൾക്കാൻ ലീഗ്, ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടെഗ്രേസ്, ഇതൊക്കെയാണ് 3 ഭാഗങ്ങൾ. ഏതാ ബൾക്കാൻ ലീഗ് എന്ന് പറഞ്ഞാൽ? ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടെഗോറോ എന്ന് പറഞ്ഞിട്ടുള്ള ബൾക്കാൻ ലീഗ് എന്ത് ചെയ്തു? ഡിഫീറ്റഡ് തുർക്കിനെ അവർ ഡിഫീറ്റ് ചെയ്തു. However, the conflict among the elite nations in sharing the benefits of war lead to the breakup of the league and resulted in wars among them. അപ്പോൾ ഈ 2 ക്രൈസിസുകൾ, ബാൾക്കാൻ ക്രൈസിസും മൊറോക്കൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപീരിയലിസ്റ്റുകൾ യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ടെത്തിച്ച 2 ക്രൈസിസുകളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കണം. When Australia laid its claim over the Balkan region with the support of Germany, Serbia claimed this region with the support of Russia. During this time, a Serbian youth guerrilla prince assassinated Francis Ferdinand and heir to the throne of Australia at the Bosnian capital Sarajevo in July 1914. Australia held Serbia responsible for it and declared war on Serbia on 28 July 1914. The allied nations rushed to help their alliance. Almost all the nations of the world directly or indirectly were involved in it. Therefore, this war is known as the First World War. ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞത് ഈ ലാസ്റ്റിലത്തെ പാരഗ്രാഫാണ്. അതിൽ കുറേ അധികം രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ രാജ്യങ്ങളെ രക്ഷിക്കാൻ പോയവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചിട്ട് ഒന്ന് മനസ്സിൽ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇതാണ് ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാർ വരാനുള്ള കാരണം തന്നെ എന്താണ്? ഇംപീരിയലിസ്റ്റുകൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ ക്യാപിറ്റലിസം കൂടി വന്നു. ഈ ക്യാപിറ്റലിസം കൂടി വന്നപ്പോൾ എന്താണ്? ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് കോളനി വൽക്കരിച്ചു. ആ കോളനികളിൽ നിന്ന് ലാഭം നേടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഇംപീരിയലിസ്റ്റുകൾ ശ്രമിച്ചു. അപ്പോൾ ഇംപീരിയലിസ്റ്റുകൾ കൂടുതൽ ഇംപീരിയലിസ്റ്റുകൾ ഉണ്ടായപ്പോൾ അവർ തമ്മിലുള്ള പല പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതിനെ എന്ത് ചെയ്തിരുന്നു? പല ഏലിയൻസ് ആയിട്ട് മാറ്റിയിരുന്നു. ട്രിപ്പിൾ ഏലിയൻസ്, ട്രിപ്പിൾ എൻറ്ററ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ എല്ലാ രാജ്യങ്ങളും, വേൾഡിലെ മിക്കവാറും രാജ്യങ്ങൾ കൂടി വരുന്ന രീതിയിലുള്ള ഒരു ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റന്റ് എന്ന് പറഞ്ഞ 6 രാജ്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അലയൻസ് ഉണ്ടാക്കി, മിലിറ്ററി അലയൻസ് ഉണ്ടാക്കി. അപ്പോൾ ഒരു രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ട്രിപ്പിൾ അലയൻസിൽ ഒരു രാജ്യം, ജർമ്മനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓസ്ട്രേലിയ, ഹംഗറി, ഇറ്റലിയും കൂടെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പോകും. അങ്ങനെയുള്ളൊരു തമ്മിൽ ധാരണയായിട്ട് എല്ലാ രാജ്യങ്ങളും ചേർന്നിട്ടുള്ളൊരു വാറൊക്കെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഒരു സാഹചര്യം ഉണ്ടായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായത്. അപ്പോൾ ആ ഫസ്റ്റ് വേൾഡ് വാറിലേക്കുള്ള കാരണങ്ങളാണ് ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. അപ്പം അത് നന്നായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി എന്താണ് ആഫ്റ്റർമെത്ത് ഓഫ് ദി വാർ എന്ന് പറഞ്ഞാൽ? വാറിന് ശേഷം പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ
വിശദീകരിക്കുന്നതായിരിക്കും. ഇതിലിനി കുറച്ച് പേജസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, ഒരു 10-15 പേജ് പഠിക്കാണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം 50th പേജ് വരെയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു ചാപ്റ്ററിൽ ഏകദേശം എവിടെ എത്തി, 40 ചാപ്റ്റേഴ്സ് വരെ എത്തി. 40 എത്തിയിട്ടില്ല, നമ്മളൊരു 33 ആയിട്ടേ ഉള്ളൂ. ഇനിയും 10-15 പേജസ് ഉണ്ട്. അത് ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നന്നായിട്ട് ബാക്കി സബ്ജക്റ്റ് എല്ലാം പഠിക്കുക. ഇതുപോലെയുള്ള സോഷ്യൽ സയൻസിൻ്റെയും ജോഗ്രഫിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇതിലെ വീഡിയോസും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക.